എല്ലാവർക്കും പ്രയർ ക്ലിനിക്കിൻ്റെയും ഡോക്ടർ രാജു വ്യൂസ് ആൻഡ് മെസ്സിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്നെ ഇത്രയും കാലം സഹായിക്കുകയും സ്നേഹിക്കുകയും എൻ്റെ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെയും ചെയ്ത എല്ലാവർക്കും നന്ദി. ആരെങ്കിലും ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കഴിയുന്നവർക്ക് ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മൾ കമൻ്റ് ഇടുക. കൂടുതൽ കമൻ്റ് ഇടുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പുരുഷന്മാരിൽ മാത്രം കണ്ട ഒരു കാണുന്ന ഒരു അസുഖമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വൃഷണത്തിന് വരുന്ന ക്യാൻസറാണ്. ക്യാൻസർ ആണുങ്ങളിൽ അത്ര അസാധാരണമല്ല വൃഷണത്തിന്. എന്നാൽ നമ്മൾ പുകവലി ചെയ്യുന്ന ആണുങ്ങൾക്ക് കൂടുതൽ കണ്ടുവരുന്ന ലങ് ക്യാൻസറിനെ പോലെ കോമണുമല്ല. 30 മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാരിലാണ് നമ്മളിത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ മക്കളുടെയോ നമ്മുടെയോ ടെസ്റ്റിസ് എങ്ങാനും വലുതാകുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഹൈഡ്രോസീലായിരിക്കും. എന്നാൽ ഹൈഡ്രോസീൽ അല്ലാതെ തന്നെ വരും, അല്പം വീർത്ത് വരും. അപ്പോൾ ഈ വീർത്ത് വരുന്ന സമയത്ത് അത് ഡോക്ടറുടെ ശ്രദ്ധയിൽ പെടുത്തുക. അവരിത് എക്സാമിൻ ചെയ്യും, അവർ ടെസ്റ്റ് ചെയ്യും, ഇതിൻ്റെ ഹോർമോണൽ ലെവൽസൊക്കെ കണ്ടുപിടിക്കും. അതുപോലെ 2 തരം ട്യൂമേഴ്സാണ് ഇതിനകത്ത് കാണുന്നത്. ഒന്ന് ജേം സെല്ലും മറ്റേ നോൺ ജേം സെല്ലും. ഇതിനകത്ത് സെമിനോമ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഒരാളുടെ ടെസ്റ്റിസ് ഒരാളുടെ ടെസ്റ്റിസ് രണ്ടും ഒന്നുപോലെ ഇരിക്കുകയില്ല. ഇത് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അൺഡിസെൻഡ് ടെസ്റ്റിസ് എന്ന് പറയുന്നാൽ ഒരിക്കലും താഴെ ഇൻകൈനൽ കനലിലൂടെ ഇറങ്ങി വരാത്ത ടെസ്റ്റിസിൽ ഒരു 20% ആൾക്കാരിൽ ഇത് കൂടി വരും. അതുപോലെ പിന്നെ ചില ഹോർമോണൽ പ്രവർത്തനങ്ങൾ കൊണ്ട്, അതുപോലെ ഇങ്ങനെയുള്ള ചില ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളിൽ അത് കാണാനായിട്ട് പറ്റും. ഇത് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ ഇത് CT സ്കാനും അതുപോലെ എല്ലാം ചെയ്ത് എവിടെയെല്ലാം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഓർക്കിയോപെക്സി ചെയ്യണം. ഓർക്കിയോപെക്സി അല്ല, ഓർക്കിഡക്ടമി ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് എടുത്ത് മാറ്റുക. അതിൻ്റെ കനാലിൽ ഉള്ള ആ കോഡ് സമേതം എല്ലാം അങ്ങ് എടുത്ത് മാറ്റുക. അല്ലാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് ബയോപ്സി എടുത്ത് പിന്നെ അതിൻ്റെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ല, അത് കംപ്ലീറ്റ് അങ്ങ് എടുത്ത് കളയുക. അല്ലെങ്കിൽ വേറെ കാര്യം പറഞ്ഞാൽ ഇത് ഡീബൾക്കിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഡീബൾക്കിംഗ് അല്ലാതെ സാധനമെല്ലാം അങ്ങ് എടുത്ത് കളയുക. എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള മെറ്റാസ്റ്റേസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ചിലപ്പോൾ കീമോതെറാപ്പിക്ക് വലിയ റോളില്ല എങ്കിലും റേഡിയേഷൻ ഇത് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ റേഡിയേഷൻ ചെയ്യുക, റേഡിയേഷൻ ചെയ്യുക, അതുപോലെ കീമോതെറാപ്പി ചെയ്യുക. ഇങ്ങനെയുള്ള തെറാപ്പികൾ കൊണ്ട്, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അതുപോലെ സർജറി കൊണ്ട് സഹായത്താൽ ഇതിൻ്റെ മരണനിരക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, യാതൊരു സംരംഭമില്ലാതെ നമ്മുടെ ടെസ്റ്റിസ് വീർത്ത് വരികയാണ്, നമ്മുടെ മക്കളുടെ ടെസ്റ്റിസ് വീണ്ടും വരുത്തുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും 2 ടെസ്റ്റിസ് ഇല്ല, ഇടത്ത് ഒരെണ്ണമുണ്ട്, വലത്തൊരെണ്ണമുണ്ട്, 2 എണ്ണമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മളത് സൂക്ഷിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിസെൻഡ് ടെസ്റ്റിസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അൺഡിസെൻഡ് ടെസ്റ്റിസ് എന്ന് വെച്ചാൽ ഇൻകൈനൽ കനാലിൽ എവിടെയോ ഇത് സ്റ്റക്കായി താഴോട്ട് വരാതെ ഇരിക്കുന്ന ഒരു അനുഭവമാണ് അൺഡിസെൻഡ് ടെസ്റ്റിസ്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺഡിസെൻഡ് ടെസ്റ്റിസിനെ ഓർക്കിയോപെക്സി വെച്ച്, അല്ലെങ്കിൽ ആ സർജറിയൊക്കെയാണ് ഓർക്കിയോപെക്സി എന്ന് പറയുന്നത്, ആ പെക്സിയിൽ കൂടി നമ്മൾ സ്ക്രോട്ടത്തിലേക്ക് കൊണ്ടുവരിക. ചിലപ്പോൾ ഇൻകൈനൽ കനാലിൽ ഇരുന്ന് തന്നെ ഇത് സെമിനോമ എന്ന് പറയുന്ന ട്യൂമറായിട്ട് വരും. 20% ആൾക്കാരിൽ ഇങ്ങനെ കണ്ടുവരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ കിഡ്നി നമ്മുടെ വൃഷണം വലുതായി വരുന്നു. എപ്പോഴാണ് നമ്മൾക്ക് ഇത് നമ്മുടെ ടെസ്റ്റിസിലെ 2 ഈ വാൾസും കാണാതെ വരുന്നു, ആ സമയത്ത് അത് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. അതല്ലെങ്കിൽ ഭാവിയിൽ വന്നോളും എന്ന് വിചാരിച്ച് ഇരിക്കരുത്. അത് ഡോക്ടറുടെയും പീഡിയാട്രിക് സർജൻ്റെയും ഒരു ഇതിൽ കൊണ്ടുവരിക. അങ്ങനെ ഓൾട്ടോസറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിങ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രോഗ്നോസിസ് തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് സ്റ്റേജ് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു ടേർമിനൽ സ്റ്റേജ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രോഗ്നോസിസ് വലിയ ഗുണമില്ല. എന്നാൽ ഇതല്ലെങ്കിൽ ഇതുകൊണ്ട്
കീമോതെറാപ്പിയും അതുപോലെ സർജറിയും റേഡിയോ തെറാപ്പിയും കൊണ്ട് ഇത് ഒരറ്റം വരെയും പരിഹരിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഓർക്കുക, 2 ടെസ്റ്റിസ് നമുക്കില്ല, അതുപോലെ ഈ ടെസ്റ്റിസ് വെറുതെ വരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇത് ഓർക്കുക. ഏവർക്കും ഇത്രയും എന്നെ കേൾക്കുകയും സഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നന്ദി സ്നേഹമൊക്കെ സമയത്ത് അറിയിക്കുന്നു. കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.